നേറ്റീവ് ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല ഇംഗ്ലീഷ്. അവനിൽ നിന്നാണ് കുറേ ജെൻസി വാക്കുകൾ ഞാൻ പഠിക്കുന്നത്. ഒരു വിധത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഠിക്കുന്നവരോടും അല്ല ഈ അഡ്വൈസും. ലോകത്ത് ഏത് വിഷയം എടുക്കൂ, എല്ലാ വിഷയത്തെ പറ്റി ഇപ്പോൾ പോഡ്കാസ്റ്റ് ഉണ്ട്. അവർ എത്ര പേർക്ക് അത് സക്സസ് റേറ്റ് വളരെ കുറവാണ്. കാരണം പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ പഠിച്ച് വരേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യണമെങ്കിലും, എന്ത് തുടങ്ങണമെങ്കിലും, എന്ത് ചെയ്ത് തീർക്കണമെങ്കിലും ഇംഗ്ലീഷുകാർ ഇടയ്ക്കല്ലല്ലോ ജനിച്ചത്. ഇഫ് വി ഡോണ്ട് പുട്ട് ഇൻ ടു പ്രാക്ടീസ്, തേങ്ങ അറിഞ്ഞൂടെ നമുക്കതിനകത്ത് ഒരു തേങ്ങ അറിഞ്ഞൂടെ സമ്മതിച്ചു. അതേ എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വാല്യുബിളായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ടോപ്പിക്കുകളൊന്ന് എങ്ങനെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാം എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി ഒത്തിരി വീഡിയോസ് യൂട്യൂബിലുണ്ടെങ്കിലും ഈ വീഡിയോ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വരുന്നത്, വേറെ വീഡിയോസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോയുടെ പ്രസക്തി എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് ഒരു പ്രോ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, അത്യാവശ്യം നിങ്ങൾ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ വീഡിയോ കാണണം എന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് എന്തെങ്കിലും ഗുണമായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ എം ടോക്കിംഗ് സ്ട്രൈറ്റ് ടു യുവർ ഫേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. രണ്ടാമത്, എന്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണണോ വേണ്ടിയോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സംസാരിക്കാനല്ല, എഴുതാൻ നന്നായി അറിയാം, വായിക്കാൻ നന്നായി അറിയാം. വായിച്ചാൽ മനസ്സിലാവും, എഴുതിയത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. എഴുതാൻ നന്നായി അറിയാവുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷേ സംസാരിക്കാനും നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. പലപ്പോഴും നിങ്ങൾക്കത് പറയുന്നതിൽ എന്തോ ഒരു തടസ്സം വരുന്നല്ലോ, ഒരു സംതിങ്, ഒരു ഫ്രണ്ടിൽ എന്തോ ഒരു ഗട്ടറുള്ള പോലെ, അങ്ങനത്തെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നെങ്കിൽ, ഒരു ഒബ്സ്റ്റക്കിൾ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കഷ്ടപ്പാട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ ഇന്ന് പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ആദ്യം നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ടത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എത്ര കണ്ട് നമ്മളതിനെ ഭയാനകമായിട്ട് സ്ട്രെസ് ചെയ്ത് നമ്മളതിനെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമുക്ക് അത്രയും നേറ്റീവായിട്ടുള്ള സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇവിടെ താമസിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനെ എടുത്ത് നമ്മൾ നമ്മുടെ ഒരു നേറ്റീവ് ലാംഗ്വേജ് പോലെ ആക്കി മാറ്റി നല്ലോണം സംസാരിക്കാൻ പറ്റുന്നതിൽ പരുവപ്പെടുത്തിയെടുത്ത് അതിനെ ഗംഭീരമാക്കി മാറ്റേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് നമുക്കില്ല. പക്ഷേ എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇന്നിപ്പോൾ നമ്മുടെ ലോകം ഇത്രയും വളർന്നതുകൊണ്ടും ഒരുപാട് ആളുകൾ ഈ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലാംഗ്വേജ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഒട്ടുമിക്ക ആളുകളോടും എങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് കാർട്ടൂൺ തന്നെയാണ്. കാർട്ടൂൺ കണ്ടിരുന്നു, ആനിമി, ഇന്നത്തെ കാലത്ത് ആനിമയാണ്. അന്ന് പിന്നെ ആനിമി എന്നൊന്നും പറയാൻ നമുക്കറിയത്തില്ല. അന്നെല്ലാം ഞങ്ങൾക്ക് കാർട്ടൂണാണ്. ഇന്ന് കാണുന്ന എല്ലാ സാധനങ്ങളും, ആനിമേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫിഗേഴ്സും നമുക്ക് കാർട്ടൂണാണല്ലോ. അപ്പോൾ കാർട്ടൂൺ കണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഈ സ്റ്റാർ മൂവീസ് പോലുള്ള ചില ചാനലുകളുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. ആ ഇംഗ്ലീഷുകളിൽ നിന്ന് നമുക്ക് കുറേ ഇംഗ്ലീഷ് സിനിമാസ് കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഇംഗ്ലീഷ് സിനിമാസിനകത്ത് അവർ പറയുന്ന ഏറ്റവും നല്ല ലാംഗ്വേജ് ഒന്നും എടുത്തുകൊണ്ട് പോയി സ്കൂളിൽ പറയുന്നില്ല. പക്ഷേ അവർ പറയുന്ന ചില വൃത്തികേടുകളുണ്ടല്ലോ, ഇപ്പോൾ ഷിറ്റ്, ബുൾഷിറ്റ്, ഹോളി ഷിറ്റ്, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അതിങ്ങനെ ചെറിയ വാക്കുകളാണെങ്കിലും അത് ക്ലാസ്സിൽ ചെന്നിട്ടാ നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് കേട്ടത് കൊള്ളാൻ തോന്നുന്നു. പിന്നെ മറ്റേ ദ റോങ് എഫ് വേർഡ്, അതൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ട് പോയി പറയുമ്പോഴത്തേനും ഇത് ഞാനും കേട്ടായിരുന്നു, ഇതിൻ്റെ അർത്ഥം എന്തുവാന്ന് പോലും ഞങ്ങൾക്ക് ആ കാലത്ത് അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാവരും പറയുമായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയുന്നത് അത് ശരിയല്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ നമ്മൾ അതൊക്കെയാണ് നമുക്കൊരു ക്രൈസി കാര്യമായിട്ട് തോന്നി. നമ്മളതൊക്കെ അന്ന് ഇംഗ്ലീഷിൽ നമുക്കറിയാവുന്ന സംഭവങ്ങൾ അതൊക്കെയാണെന്നുള്ളത് ആണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ആ സ്കൂളും വിട്ടു, പിന്നെ വേറെ സ്കൂളിൽ പോയി. പിന്നെ 2 വർഷം കൊണ്ട് എൻ്റെ ഇംഗ്ലീഷൊക്കെ കംപ്ലീറ്റ് പോയി. എൻ്റെ കയ്യിൽ പിന്നെ ഇംഗ്ലീഷ് ഇല്ല. കാരണം പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ സ്കൂളിൽ അധികം ആളും ഇംഗ്ലീഷ് സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോഴും ഇതെൻ്റെ കയ്യിൽ നിന്ന് പതിയെ പോയി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ ഈ സാധനം നമ്മൾ ഈ യൂസ് ചെയ്യാതിരിക്കും തോറും ഈ സാധനം റസ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കാനും തുരുമ്പെടുക്കുമെന്ന് പറയുന്നത് നമുക്ക് ഈ ലാംഗ്വേജ് അധികം ഉപയോഗിക്കാനും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നീട് ഞാനിത് എങ്ങനെ റിക്കവർ ചെയ്തെന്ന് വെച്ചാൽ, എനിക്കൊരു ബ്രദറുണ്ട്, അവന് യങ്ങറാണ്. അപ്പം അവൻ കുഞ്ഞുനാളിൽ ഇങ്ങനെ നിക്ലെഡിയൻ, പിന്നെ അത് കണക്ക് തന്നെ പോഗോ, ആ പരിപാടികളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ഇവന് കുറച്ച് ലാംഗ്വേജ് ഡെവലപ്പായപ്പോഴത്തേന് ഇവൻ അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. മാത്രമല്ല അവരുടെ ഏജിലുള്ളവരൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ റെഡിയാണ്. അവർക്ക് ഇപ്പം നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു ഓക്വേർഡ്നെസ് അവർക്കില്ല. അതായത് ഇപ്പം നീ എന്താ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം ഇന്നത്തെ കാലത്തെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്നില്ല. അവർ പറയുന്ന പലതിലും ഇംഗ്ലീഷ് ഉണ്ട്. അവർ ചാറ്റ് ചെയ്യുന്നതിലാണെങ്കിലും അവർ സംസാരിക്കുന്നതിലാണെങ്കിലും അവർ നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലേക്ക് ഇവർ ഡെവലപ്പ് ആയപ്പോഴത്തേനും ഇവന് വീട്ടിൽ ചളുപ്പില്ല. ഇപ്പം നമ്മൾ കുഞ്ഞുനാളിലാണെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ വീട്ടിൽ സംസാരിച്ച് നമുക്കൊരു ചളുപ്പാണ്. അച്ഛനമ്മ എന്ത് വിചാരിക്കണമെങ്കിൽ ഇവരെന്ത് വിചാരിക്കും നമ്മൾ വിചാരിക്കും.
ഇവർക്ക് അങ്ങനെ ഒരു ചളപ്പില്ല. ഇവരിങ്ങനെ പറയും ദർ ഇസ് നോ പ്രോബ്ലം, എന്താ അപ്പം നമുക്ക് അറിഞ്ഞൂടെങ്കിലാണ് അവർക്കൊരു ചളപ്പ്. അവർക്ക് പറയുന്നതിൽ അവർക്ക് ഒരു ചളപ്പുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇവൻ്റെ കൂടെ സംസാരിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടൊരു ഈക്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അവനിൽ നിന്നാണ് കുറേ ജെൻസി വാക്കുകൾ ഞാൻ പഠിക്കുന്നത്. മാത്രമല്ല എനിക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ സ്പീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി കൂട്ടി കൊണ്ടുവന്നു. പിന്നെ അവനിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഫാക്ടറിലാണ് സെക്കൻഡ് ലെസൺ ദാറ്റ് ഐ ഹാവ് ലേൺഡ് ഇൻ ദിസ് പ്രോസസ്സസ്. ഒരിക്കലും നിങ്ങൾ ഇതിൽ സംസാരിക്കാതിരുന്ന കിടിലങ്ങളായി മാറുമെന്ന് മാത്രം വിചാരിക്കരുത്. സംസാരിച്ചാൽ മാത്രമേ ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ പോയി സംസാരിക്കുമ്പോൾ അയ്യോ തെറ്റ് വരുമോ, തെറ്റായി പോവില്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇതിൻ്റെ തോൽവി തുടങ്ങുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച് വരുന്നതും എഴുതി വരുന്നതും അത്യാവശ്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ പഠിച്ച് നമ്മൾ എഴുതിയൊക്കെ നമ്മൾ വരുന്നത് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലുണ്ട്. കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. ഇനി നിങ്ങൾ അതെടുത്ത് പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആളുകളുടെ ചിന്തകളാണെങ്കിൽ എനിക്കൊരു കാര്യം പറയുള്ളൂ. അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തരത്തിൽ ഉയരാൻ പോകുന്നില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്ന ചിന്ത അവരുടെ തലയ്ക്കകത്തിരുന്നോട്ടെ. എന്നെ ഇങ്ങനെ കുറച്ചെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ച 2-3 കാര്യങ്ങളൊന്നെന്ന് പറഞ്ഞാൽ, ഒരു മലയാളം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ പുറകെ ആഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഹാബിറ്റാക്കി മാറ്റി. കുറച്ചൊരു ഹാബിറ്റലായിട്ട് അതിപ്പം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അപ്പം യു ആർ ലുക്കിംഗ് സോ ഗുഡ് ടുഡേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് എൻ്റെ പുറകിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് വന്നപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കരമായിട്ട് ഒരു ത്രസ്റ്റ് തരാൻ തുടങ്ങി. പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനും ആളുകളിലേക്ക് കുറച്ചുകൂടി നമുക്ക് ആ ഇംഗ്ലീഷ് നമുക്ക് കുറച്ച് എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കൊണ്ടുവരാനൊക്കെ സാധിച്ചു. അപ്പം ഇത് സംബന്ധിച്ചിടത്തോളം ഈ ലാംഗ്വേജ് കോഴ്സുകൾക്ക് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പഠിക്കുന്നവരോടോ അല്ല ഈ അഡ്വൈസ് ഇതൊന്നും അവർക്കുള്ളതല്ല. നിങ്ങളിപ്പോൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് അത് തന്നെ ചെയ്തോളൂ. അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് തിരിച്ചു വരരുത്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇത് ഒരു തരത്തിലും അങ്ങനെയൊന്നും പോകാൻ അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതിന് ഏതിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പറയുന്നതാണ്. പിന്നെ നമ്മുടെ കാലത്തൊക്കെ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കാർട്ടൂണും സിനിമയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ എല്ലാവർക്കും കാർട്ടൂൺ ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ഈ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നവരാരും എല്ലാവരും ഇനി തിരിച്ച് ഇനി കാർട്ടൂൺ കാണാൻ പോകണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഇനി ആനിമി കാണാനോ എല്ലാവരും ഇനിയിപ്പോൾ സിനിമ കാണാനോ ഒക്കെ സമയം കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് പോഡ്കാസ്റ്റുകളാണ്. പോഡ്കാസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്ത് ഏത് വിഷയം എടുക്കൂ എല്ലാ വിഷയത്തെ പറ്റി ഇപ്പോൾ പോഡ്കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പോഡ്കാസ്റ്റുകളുടെ എണ്ണം കൊണ്ട് മുട്ടിയിട്ട് കിടക്കാൻ വയ്യ. ഇപ്പോൾ നിങ്ങളൊരു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതിനെ സംബന്ധിച്ചും പോഡ്കാസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ടുള്ള പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ കണ്ടു നോക്കും. പോഡ്കാസ്റ്റുകൾ ആകുമ്പോഴത്തേനും കുറച്ചും കൂടി അത് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ തന്നെ കണ്ടു നോക്കും. അപ്പം കുറച്ചും കൂടി അവർ സംസാരിക്കുന്നത് നമുക്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷനും വെക്കാബുലറിയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോകത്ത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് കറക്റ്റ് ഇപ്പോൾ വേൾഡ് അപ്ഡേറ്റ് ആയിരിക്കുന്ന വാക്കുകൾ ഏതാണ് നമുക്കും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതൊരു വലിയ ഉപകാരപ്പെട്ടതാണ്. പിന്നെ ബുക്സൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയും, ഷോർട്ട് സ്റ്റോറി ബുക്കുകളൊക്കെ ചെറിയ ഷോർട്ട് സ്റ്റോറീസൊക്കെ ഉള്ള ബുക്കുകൾ വായിച്ച് തുടങ്ങാൻ നല്ലതാണ്. പക്ഷേ അത് എല്ലാവരും എത്ര പേർക്ക് അത് സക്സസ് റേറ്റ് വളരെ കുറവാണ്. കാരണം അതിലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കാം, നമുക്കിരുന്ന് വായിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിച്ചാണല്ലോ, അത് നമുക്ക് അറിവുള്ളതാണ്. അപ്പം പിന്നെ അതുകൊണ്ട് എന്നിട്ടും പക്ഷേ എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് റെഡി ആവുന്നില്ല, ഞാൻ സംസാരിക്കാൻ എനിക്ക് ഇപ്പോഴും പേടിയാണെന്ന് പറഞ്ഞ് ചില ആളുകൾ ഭയങ്കര ഭീകരമായിട്ട് ചില എസ്സേകളൊക്കെ എഴുതും. പക്ഷേ 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നാണ്. ഇപ്പം ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോയി മലയാളത്തിലായിരിക്കും ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നെങ്കിൽ പോലും അതിൻ്റെ കൂടെ ചില അഡീഷണൽ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്ത് തന്നെ പോകും. എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഒന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ ആഡ് ചെയ്ത് പോകും. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി ഫ്രീ ആവും. ഓക്കെ, ഇയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ നമുക്കും ആ ഒരു ഇൻറ്റിമിഡേഷൻ വേണ്ട, നമുക്കത് സംസാരിക്കാം. ചില അർത്ഥം മനസ്സിലാകാത്തപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ അർത്ഥം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന അത്രയും പേർ ഗുണം കിട്ടുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതിന് എല്ലാ ദിവസവും നമുക്ക് ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. ചില ദിവസങ്ങൾ നമ്മൾ എപ്പോഴും ഒരു ഈ വാക്കല്ലേ എപ്പോഴും പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ വൊക്കാബുലറി പതിയെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിലൂടെ നമുക്കും ഗുണമുണ്ട്, അവർക്കും ഗുണമുണ്ട്. അതാണ് ഈ നോളജിൻ്റെ നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാ ടീച്ചേഴ്സും ഉപയോഗിക്കുന്നതാണ്, ടീച്ചേഴ്സിൽ ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നതാണ്. നമ്മളൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്താലും ഇഫ് ഇറ്റ്സ് ഗ്രാമർ ഇസ് റോങ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഒത്തിരി ഓൺലൈൻ ആപ്ലിക്കേഷൻസോ ഒത്തിരി ഓൺലൈൻ വെബ്സൈറ്റ്സും ഉണ്ട്. ഫ്രീ ഗ്രാമർ ചെക്കർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ കൊടുത്ത് നമുക്ക് ഗ്രാമർ ചെക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയാൻ നമുക്കത് മതിയാവും. പിന്നെ ഈ ടെൻസസ് പഠിച്ച് അതിൻ്റെ ബേസിക്സ് പഠിച്ചെടുത്തിട്ട് നമ്മൾ സംസാരിക്കാനിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ടെൻസസ് പഠിച്ചെടുത്തിട്ട് സംസാരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളത് ആദ്യമേ തന്നെ കളഞ്ഞിട്ട് പോകും. കാരണം നമ്മളതിനെ വീണ്ടും ഹാർഡറാക്കുകയാണ്. ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം നോക്കുന്നതിന് പകരം വീണ്ടും നമ്മൾ ഹാർഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്താനുള്ള നമ്മുടെ ഇൻട്രസ്റ്റും കുറയും, നമ്മളത് ചെയ്യാൻ നമുക്കത് ബുദ്ധിമുട്ടാകും.
അതുകൊണ്ട് ടെൻസസൊക്കെ ആദ്യം നമ്മളിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇനി പഴയ ടെൻസസിൻ്റെ ബുക്കൊക്കെ എടുത്ത് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ പഠിച്ച് വരേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളിൽ നിന്ന് ഫസ്റ്റ് ജസ്റ്റ് സംസാരിക്കുക. യു ജസ്റ്റ് ടോക്ക്, സംസാരിക്കുക. ആൻഡ് ആ ഇൻറ്റിമിഡേഷൻ കളയും. ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇൻറ്റിമിഡേഷൻ ഉണ്ടല്ലോ, ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും. ആ ഒരു സാധനം എടുത്ത് തോട്ടിക്കളഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സുഗമമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 3 മുതൽ 6 മാസത്തിനിടയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് ക്രമാതീതമായി ഉയർന്നായിട്ട് തോന്നും. ഇത് പറയാൻ കാരണം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ആണ് നമുക്കൊരു ഓക്കെ ഞാനിപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് നിങ്ങളൊരു കോഴ്സിനോ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ 10x നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. ഇതൊന്നുമില്ലാതെ ബേസിക് 0 എന്നാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റിന് കുറച്ചുകൂടെ സമയമെടുക്കും. കാരണം ഓക്കെ ഒന്നും അറിയാത്ത ഞാൻ വന്നു ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷനിലൂടെ പഠിക്കാൻ പോകുന്നു, അങ്ങനെ വരുമ്പോഴത്തേനും അതിലെടുക്കുന്ന സമയത്തിന് ഇതുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഒരു ട്രൈ നടത്തി നോക്കിയിട്ട് നിങ്ങൾ കയറുമ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പടപടേന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ പടപടേന്ന് നിങ്ങളിത് പഠിച്ചെടുക്കുന്നു. ക്യാച്ചിങ് സ്പീഡ് കുറച്ചുകൂടെ ഇൻക്രീസ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാനൊരു പ്രാവശ്യം ഒരു ചെറിയൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് മുമ്പ് ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള കുറേ ട്രയലുകളൊക്കെ നടത്തിയിട്ടാണ് ഞാൻ കോഴ്സ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ട്രയലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഇത് പഠിക്കാൻ തുടങ്ങിയപ്പം ഇത് കുറച്ചും കൂടി എനിക്ക് എഫക്റ്റീവായി. ഒന്നും അറിഞ്ഞുകൂടാതെ വന്ന് പഠിക്കുന്നതിനേക്കാളും ഭയങ്കര ക്രമാതീതമായിട്ട് എഫക്റ്റീവായി ഈ ഒരു സംഭവം ഇങ്ങനെ പഠിച്ചപ്പോൾ. അപ്പോൾ അതൊരു ടിപ്പാണ്, നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ത് ചെയ്യണമെങ്കിലും എന്ത് തുടങ്ങണമെങ്കിലും എന്ത് ചെയ്ത് തീർക്കണമെങ്കിലും വി നീഡ് എ കൺസിസ്റ്റൻസി. അതിനേക്കാൾ വലുത് കൺസിസ്റ്റൻസിക്ക് ഏറ്റവും വലിയ കാരണങ്ങൾക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വൈ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് ഇംഗ്ലീഷ്, എനിക്ക് എന്തിനാണ് ഇംഗ്ലീഷ് എന്നുള്ളത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഇഫ് യു ഹാവ് എ സ്ട്രോങ് വൈ ദെൻ യു ക്യാൻ ഗ്രാബ് ഓൺ ടു എനിത്തിങ്. ഡിസിപ്ലിൻ ആണെങ്കിലും ഡിറ്റർമിനേഷൻ ആണെങ്കിലും ബാക്കി കൺസിസ്റ്റൻസി ആണെങ്കിലും ഇതെല്ലാം തനിയെ ഉണ്ടായിക്കോളും. എന്തിനു വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒരു എന്തിനാണ് ഞാനിപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നത്, ഈ ലാംഗ്വേജ് പഠിച്ചിട്ട് എനിക്ക് എന്താണ് ഉപയോഗം, എനിക്ക് എന്താണ് ഗുണം, അതാദ്യം നിങ്ങൾ ഒരെണ്ണം ഒരു പേപ്പറിൽ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ യു ക്യാൻ ഡു ഇറ്റ്. ചുമ്മാ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഇംഗ്ലീഷ് സംസാരിക്കുക ഇന്നത്തെ കാലത്ത്. അത് പഠിക്കാനും വലിയ പാടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ഫോണുണ്ട്. ലോകത്ത് ഏത് ഭാഗത്തിരിക്കുന്ന ആളുകളെയും വെച്ച് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു ട്രാപ്പാണ് ഈ ഇടയ്ക്ക് നമ്മൾ വീണു പോകുന്ന ട്രാപ്പുകളൊന്നാണ്. നമ്മൾ ചില സമയങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ആളുകൾ നമ്മളെ തിരുത്തും. കുറച്ചും കൂടി നമ്മളെക്കാളും അറിയാവുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ പ്രൊനൗൺസിയേഷനിൽ തിരുത്തും. എനിക്ക് ചില സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് അങ്ങനെ പ്രൊനൗൺസിയേഷനിൽ നമ്മളെ തിരുത്തി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതോടുകൂടി അവർ പറയുന്ന കോൺഫിഡൻസ് പോയി കിട്ടും. പലപ്പോഴും റിലേറ്റബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേനും എൻ്റെ പ്രൊനൗൺസിയേഷൻ തരുമ്പോൾ അത് എങ്ങനെയല്ല ഇറ്റ് ഷുഡ് പ്രൊനൗൺസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കൊടുക്കണ്ട എന്നല്ല, പറഞ്ഞു കൊടുക്കുമ്പോൾ നീ പറഞ്ഞ തെറ്റാണ്, നീ എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെയല്ല ഇതിങ്ങനെ എന്ന് അടിച്ചാക്ഷേപിക്കാതെ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ അതിനകത്തൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇങ്ങനെ കൂടെ ഇതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്താൽ കുറച്ചുകൂടെ കാണാൻ അതാണ് എൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ രീതിയിൽ കുറച്ചുകൂടി ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം കൊടുക്കുകയാണെങ്കിൽ അവരത് വീണ്ടും പറയാൻ ധൈര്യപ്പെടും. നിങ്ങളല്ലാതെ നിങ്ങൾ ചുമ്മാ കണ്ട ഉടനെ തന്നെ അവരോട് കയറി നീ എന്താ കാണിച്ചു, നിനക്ക് പറയാറിയോ, പറയുന്ന മൊത്തം തെറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകളോട് ഇത് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഇടയ്ക്കല്ലല്ലോ ജനിച്ചത്. അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരാൾക്ക് പറയാനും സംസാരിക്കാനും എളുപ്പമായിരിക്കും. അവർ നേറ്റീവായിട്ട് സംസാരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും മലയാളം ജനിച്ചപ്പോഴേ പഠിച്ചുകൊണ്ടുവന്ന ഭാഷയല്ലല്ലോ. ചുറ്റുപാടുകളിൽ സംസാരിക്കുന്നതും അതിൻ്റെ ഈണവും അതൊക്കെ കേട്ടല്ലേ നമ്മളത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ലാംഗ്വേജ് നമ്മളങ്ങനെ ആളുകളോട് കുറച്ചുകൂടെ ഒന്ന് മയത്തിൽ നമുക്ക് അറിയാവുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊനൗൺസിയേഷൻ അറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ നല്ല കാര്യമായിരിക്കും. അതിങ്ങനെ ഒരു ആളുകൾക്കൊരു ഇൻറ്റിമിഡേഷൻ വരുത്താതെ പറഞ്ഞു കൊടുത്താൽ അവർക്കത് വലിയ ഗുണം ചെയ്യും, ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ്. ഈ പറയുന്ന ടിപ്പുകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പുകളിൽ ഒന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് എല്ലാ കാലത്തും വേണമെങ്കിൽ അത് ഏത് സ്കില്ലും ആയിക്കോട്ടെ, ഏത് സ്കില്ല് പഠിച്ചെടുത്താലും ഏത് സ്കില്ലായിരുന്നു എന്ന് പറഞ്ഞാലും ലോകത്ത് എത്ര വലിയ ഗംഭീര സ്കില്ലാണെന്ന് പറഞ്ഞാലും അത് ഇഫ് വി ഡോണ്ട് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദെൻ ഇറ്റ് ഗെറ്റ്സ് ലോസ്റ്റ്. അത് ഉറപ്പായിട്ടും പോവും. ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്തതിനകത്ത് എവിടേക്കൊക്കെയോ ഞാൻ ചില ഇംഗ്ലീഷുകൾ തെറ്റിച്ചാണ് പറയുന്നത്. എനിക്ക് നല്ല വീഡിയോ രണ്ടാമത് റിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ ചിലപ്പോൾ കാണാം. പക്ഷേ ആ തെറ്റുകൾ നമുക്ക് വരുത്താനുള്ള സ്പേസ് നമുക്ക് വേണ്ടി കൊടുത്തില്ലെങ്കിൽ ലോകത്ത് ആരും നമുക്ക് വേണ്ടി തരാൻ പോകുന്നില്ല. സോ ആ സ്പേസ് കണ്ടെത്തി നിങ്ങൾ ആ തെറ്റുകൾ വരട്ടെ. ബിക്കോസ് എവരി മാസ്റ്റർ വാസ് വൺസ് എ ബിഗിനർ. ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാ മാസ്റ്റേഴ്സും ഒരു കാലത്ത് തുടക്കക്കാർ തന്നെയാണ്. അവർക്ക് ഒരു തേങ്ങ അറിണ്ടാകാനാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഇന്ന് അവരത് ചെയ്ത് റിപ്പീറ്റഡായിട്ട് അത് ചെയ്ത് അവരതിൽ മാസ്റ്ററായി. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഒരു തേങ്ങ അറിഞ്ഞൂടെ, നമുക്കതിനകത്ത് ഒരു തേങ്ങ അറിഞ്ഞൂടെ, സമ്മതിച്ചു. അതേ എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങുന്നത്. അറിഞ്ഞൂടാത്തതുകൊണ്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ തന്നെ ഞാൻ ചെയ്യും, ഇനിയും ഞാൻ ചെയ്യും. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണല്ലോ.
എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞ് നോക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സെൻറ്റൻസിൻ്റെ കൂടെ ഒരു ചെറിയ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ഏറ്റവും നല്ലൊരു ട്രാൻസിഷൻ്റെ സമയം. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മളൊരു മലയാളം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് പറയുക തന്നെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാം. അപ്പം അത് പറയുമ്പോൾ നമ്മളിരിക്കും ഇതിൻ്റെ സംസാരത്തിൻ്റെ ലെങ്ത് കൂടി പോയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺവേർഷൻ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ മനസ്സിലാവും, ഇങ്ങനെയാണ് അതിന് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. എളുപ്പമുള്ളൊരു ടെക്നിക്കാണത്. ഇത്തരം ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് അത്യാവശ്യം ഞാൻ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇനി അത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇപ്പോൾ ഇത്രയും ഒരു ലെങ്തിൽ എനിക്ക് നോക്കുമ്പോഴത്തേനും ഭയങ്കര ഫാർ ഇമ്പ്രൂവ്മെൻറ്റും ഫാർ ബെറ്റർമെൻറ്റും നടന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കുക, ആ ഒരു ചാൻസ് നിങ്ങൾ എടുക്കുക. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാക്കിയുള്ളവരെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. സോ ഡു ഇറ്റ്. സോ ടോക്ക് ബെറ്റർ. അത് നിങ്ങൾ അതിനകത്ത് യു ഷുഡ് ഫീൽ യുവർ സെൽഫ് ആൻഡ് യു ഷുഡ് ഫീൽ ബെറ്റർ യുവർ സെൽഫ് ആൻഡ് നന്നായി ചെയ്യാൻ പറ്റും തന്നെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം. പിന്നെ നോബഡി ഈസ് പെർഫെക്റ്റ്. സോ ഡു ഇറ്റ്. ടേക്ക് ദ കോൺഫിഡൻസ്, ടേക്ക് ദ ഗ്രൈൻഡ്, ഡു ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.